നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 രോഗബാധിതരുടെ എണ്ണം ഗൾഫ് നാടുകളിൽ വർദ്ധിക്കുന്നത് പ്രവാസി സമൂഹത്തിലും കനത്ത ആശങ്കയുയർത്തുന്നു. 6 ഗൾഫ് രാജ്യങ്ങളിലുമായി രോഗം ബാധിച്ചവരുടെ എണ്ണം 11,000 കടന്നു. രോഗബാധിതരിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ്. ഇതുവരെ രോഗബാധയെ തുടർന്ന് 70 പേരാണ് മരിച്ചത്. ഇതിൽ 44 മരണവും സൗദി അറേബ്യയിലാണ്. UAEയിൽ 12 പേരും, ഖത്തറിൽ 6 പേരും, ബഹ്റൈനിൽ 5 പേർക്കും, ഒമാനിൽ 2 പേർക്കും, കുവൈറ്റിൽ ഒരാൾക്കും കോവിഡ് ബാധയാൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. സൗദിയിലും UAEയിലും ഓരോ മലയാളികൾ മരിച്ചു. കുവൈറ്റിൽ രോഗം സ്ഥിരീകരിച്ച 910 പേരിൽ 479 പേരും ഇന്ത്യക്കാരാണ്. ഇതിനകം 1800ഓളം പേർ വിവിധ രാജ്യങ്ങളിലായി രോഗവിമുക്തി നേടിയിട്ടുമുണ്ട്. അതേസമയം എല്ലാ രാജ്യങ്ങളും വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ചില രാജ്യങ്ങളിൽ കർഫ്യൂവിന് സമാനമായ നടപടികളുണ്ട്. UAE ഈ മാസം 18 വരെ ദേശീയ അണുനശീകരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദുബായിൽ പകൽ പോലും പുറത്തിറങ്ങാനോ വാഹനമിറക്കാനോ മുൻകൂട്ടി അനുമതി വേണം. ട്രാം സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. വാണിജ്യ തൊഴിൽ മേഖലകളെല്ലാം മിക്കയിടത്തും നിശ്ചലമാണ്. കുവൈറ്റിൽ ഇന്ത്യൻ വംശജർ കൂടുതലുള്ള കേന്ദ്രങ്ങളിലാണ് കൂടുതൽ രോഗവ്യാപനം. ഒമാനിൽ രോഗവ്യാപനം അതിൻ്റെ പാരമ്യത്തിലെത്തിയിട്ടില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിഗമനം. അതിനിടെ സൗദി അറേബ്യയിൽ കോവിഡ്-19 ബാധിച്ച് 3 പേർ കൂടി മരിക്കുകയും 355 പേർ കൂടി പുതിയതായി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ ഇതുവരെ സൗദിയിൽ മരിച്ചവരുടെ എണ്ണം 44 ഉയർന്നു. നിലവിൽ 2577 പേരാണ് ചികിത്സയിലുള്ളത്. പുതിയതായി രോഗമുക്തി നേടിയവർ 35 പേരാണ്. ഇതുവരെ മൊത്തം രോഗമുക്തി നേടിയവർ 666 പേരായി. അതേസമയം സൗദി അറേബ്യയിൽ രോഗബാധിതരുടെ എണ്ണം 2 ലക്ഷത്തിലെത്താനാണ് സാധ്യതയെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ മലയാളികൾ ഏറെയുള്ള ദുബായിലെ ദേര മേഖലയിൽ ഓരോ കെട്ടിടവും കേന്ദ്രീകരിച്ച് താമസക്കാരുടെ ആരോഗ്യ പരിശോധന തുടരുകയാണ്. വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നേരെ പരിശോധനാ കേന്ദ്രത്തിൽ പോയുള്ള രോഗനിർണയ സംവിധാനങ്ങൾ UAE വിവിധ കേന്ദ്രങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. 10 ദിവസത്തിനകം അബുദാബിയിൽ മാത്രം ഇത്തരം 13 കേന്ദ്രങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിനകം 5.5 ലക്ഷത്തിലേറെ പരിശോധനകളാണ് UAE നടത്തിയതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തി. അതേസമയം 22-നും 44 ഇടയിൽ പ്രായമുള്ളവരാണ് രോഗബാധിതരായവരിൽ ഏറെയുമെന്നതാണ് UAEയിലെ പ്രത്യേകത. മരണനിരക്ക് 0.5% മാത്രവുമെന്നതും നേട്ടമായി UAE ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കോവിഡ്-19 പ്രതിരോധ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി UAE ഭരണകൂടവും രംഗത്തെത്തി. നിയമലംഘകരെ നാടുകടത്തുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ചിലർ വീട്ടിലിരിക്കാതെ തുടർച്ചയായി പുറത്തിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ തീരുമാനം. മറ്റുള്ളവരുടെ സുരക്ഷ കൂടി അപകടത്തിലാക്കുന്ന ഇത്തരക്കാർക്ക് അവരുടെ തൊഴിൽ നഷ്ടമാകുമെന്നും നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും ദുബായ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.